ദേ ഷബാബ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. നല്ല അടിപൊളി ഒരു ബിരിയാണി. അത് നല്ല പെടക്കണ കൊഞ്ചു വെച്ചിട്ട് അങ്ങ് തമിഴ്നാട് സ്റ്റൈലിൽ പറ്റും. നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് പറ്റും. പെടച്ചോണ്ടിരിക്കുന്ന ചെമ്മീൻ്റെ പിടപ്പ് മാറ്റി ഉടുപ്പൊക്കെ ഊരി കളഞ്ഞ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ചട്ടിലേക്ക് തട്ടി കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മീൻ മസാല നാരങ്ങ നീരോടെ പിഴിഞ്ഞു വെച്ച് തിരുമ്മിക്കൊണ്ടിരുന്നപ്പോഴാണ് ഉപ്പിടാൻ മറന്നുപോയത്. അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പോടെ വാരിയിട്ട് ഇളക്കി ആ മസാല അങ്ങോട്ട് പിടിക്കുന്ന സമയം കൊണ്ട് പാത്രത്തിലേക്ക് അരിയിട്ട് കഴുകി കുതിർത്തി വയ്ക്കാം. പാത്രത്തിലേക്ക് എണ്ണ നെയ്യ് ഒഴിച്ച് ചൂടാക്കി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും സവാളയും കുറച്ച് ഉപ്പോടെ ഇട്ട് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും കുറച്ച് കുരുമുളകും വഴണയിലോടെ ഇട്ട് നന്നായിട്ട് ഇളക്കി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി ഗരം മസാല പിന്നെ കുറച്ച് ഫിഷ് മസാല. ഇനിയിപ്പോൾ ഫിഷ് മസാല ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും കൂട്ടിയെടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി മൂപ്പിച്ച് ഒരു തക്കാളിയുടെ കട്ട് ചെയ്തിട്ട് ഇളക്കി മസാലയൊക്കെ പിടിച്ച് കൊഞ്ചി കുഴഞ്ഞിരിക്കുന്ന കൊഞ്ചിനെ എടുത്ത് ഇതിലേക്ക് തട്ടി ആ പാത്രോടെ കഴുകി ഒഴിച്ച് കുനുകുനാന്നരിച്ച മല്ലിയിലയും പുതിനയിലൂടെ വാരി വെതറി ഇളക്കി പകുതി വേവായി കഴിയുമ്പോഴേക്കും കുതിർത്തി വെച്ചാർന്ന അരി വിത്ത് വെള്ളം ഇതിലേക്ക് തട്ടി നാരങ്ങ തൊലിയോടുകൂടെ കട്ട് ചെയ്തതും കുറച്ചുകൂടെ കുനുകുനാന്നരിഞ്ഞെടുത്ത മല്ലിയിലയും പുതിനയിലൂടെ വാരി വെതറി അരി ഒന്നും ഉടച്ച് കളയാതെ പതിയെ പതിയെ ഇളക്കി ലെവലാക്കി. ഇതിലെ വെള്ളത്തിന്റെ കണക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ അരിയും വെള്ളം ഒരേ ലെവലിൽ നിൽക്കണം, അത്രേ ഉള്ളൂ. തിള വന്നു തുടങ്ങുമ്പോൾ സിൽവർ ഫോയിൽ വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് ദോശത്തവയുടെ മേളിലേക്ക് കയറ്റി വെച്ച് ചെറു ചൂടിൽ ഒരു 20 മിനിറ്റ് ദം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി റെഡി. ദം പൊട്ടിച്ച് ഉടഞ്ഞു പോവാതെ ഇളക്കിയിട്ട് ചൂടോടെ സർലാസും നാരങ്ങാച്ചാറും കൂട്ടി അങ്ങോട്ട് കഴിക്കണം. സംഭവം പൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കണേ.